CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. വ്യാപക മഴക്കെടുതിയും. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കുന്നംകുളം പാറേമ്പാടത്ത് ടോറസ് ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. പോർക്കുളം കൊങ്ങണൂർ സ്വദേശി കായിൽ വളപ്പിൽ വീട്ടിൽ ഷെഫീഖാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടമുണ്ടായത്. വരവൂർ പഞ്ചായത്തിലെ അടാട്ടുകുന്ന് നഗറിൽ നടത്തുന്ന 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. എരുമപ്പെട്ടി നെല്ലുവായിൽ കലുങ്കുപാലത്തിന്റെ സ്ലാബ് തകർന്ന് മരത്തടി കയറ്റി വന്നിരുന്ന ലോറി ചെരിഞ്ഞു. നെല്ലുവായ് മുണ്ടംകോട് റോഡിലാണ് ഇന്ന് രാവിലെ അപകടമുണ്ടായത്. സംസ്ഥാന പാതയിൽ പാറേമ്പാടം കുരിശുപള്ളിക്ക് സമീപം കുഴിയിൽ ചാടിയ ബൈക്ക് കാറിന് മുൻപിലേക്ക് മറിഞ്ഞ് കാറും ബൈക്കും കൂട്ടിയിടിച്ചു. ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. മറ്റം പന്നിശ്ശേരിയിൽ മണ്ണിടിഞ്ഞ് വീട് ഭാഗികമായി തകർന്നു. പന്നിശ്ശേരി കുറ്റിയിൽ പാറമേൽ വീട്ടിൽ ജ്യോതിബാസിന്റെ വീടാണ് ഭാഗികമായി തകർന്നത്. അണ്ടത്തോട് പെരിയമ്പലം ബീച്ച് പരിസരത്ത് വെള്ളക്കെട്ടിനാൽ ബുദ്ധിമുട്ടിലായി 5ഓളം കുടുംബങ്ങൾ. വർഷാവർഷം മഴക്കാലത്ത് നൽകുന്ന അധികൃതരുടെ വാക്ക് പാഴ്വാക്കുകളാണെന്ന് കുടുംബങ്ങൾ. കനത്ത മഴയെ തുടർന്ന് കിണർ ഇടിഞ്ഞു താഴ്ന്നു. എളവള്ളി പഞ്ചായത്തിലെ പറയ്ക്കാട് കുന്നത്തുള്ളി പ്രസാദ് പണിക്കന്റെ വീട്ടുപറമ്പിലെ കിണറാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഇടിഞ്ഞു താഴ്ന്നത്. പുന്നിയൂർക്കുളം കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് ദുരിതാശ്വാസ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വെള്ളക്കെട്ട് മേഖല സന്ദർശിച്ചു. മുരിയന്തടം, ശവക്കോട്ട, മൃഗാശുപത്രി ഭാഗങ്ങളിൽ വെള്ളക്കെട്ടിനാൽ ദുരിതമനുഭവിക്കുന്ന വീടുകളാണ് സന്ദർശിച്ചത്. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ പാതയോരങ്ങളിലെ കിണറുകൾ നവീകരിക്കുന്ന തണ്ണീർക്കുടം പദ്ധതിയിൽ നടത്തുന്നത് ധൂർത്തും അഴിമതിയുമെന്ന് യൂത്ത് കോൺഗ്രസ്. കാടുമൂടിക്കിടക്കുന്ന കിണറിൽ റീത്ത് സമർപ്പിച്ച് യൂത്ത് കോൺഗ്രസ് എളവള്ളി മണ്ഡലം ഭാരവാഹികൾ പ്രതിഷേധിച്ചു. പുന്നീർക്കുളം മന്നലാങ്കുന്ന് AKG റോഡിലെ വെള്ളക്കെട്ടിന് കാരണം ഹൈവേയുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണെന്നും ഇതിനുടൻ പരിഹാരം കാണണമെന്നും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മന്നലാങ്കുന്ന് മുഹമ്മദ് ഉണ്ണി ആവശ്യപ്പെട്ടു. കടപ്പുറം ഗ്രാമപഞ്ചായത്തിൽ മൃഗസംരക്ഷണ മേഖലയിൽ 25 ലക്ഷം രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമായി. കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിനായി തയ്യാറാക്കിയ പ്രൊമോഷൻ വീഡിയോ കോൺഗ്രസ് പ്രവർത്തകർ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നുവെന്ന ആക്ഷേപവുമായി സംവിധായകൻ രംഗത്ത്. ബാങ്ക് ഭരണസമിതിയിലേക്ക് മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി തയ്യാറാക്കിയ 3 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോയാണ് കോൺഗ്രസ് പ്രവർത്തകർ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതെന്ന് സംവിധായകനായ മഹിൻകർ കേച്ചേരി പറഞ്ഞു. കടങ്ങോട് മല്ലൻകുഴിയിലേക്ക് മഴയാത്ര നടത്തി ഇടം സാംസ്കാരിക വേദി അംഗങ്ങൾ. മഴക്കാല വിനോദ കേന്ദ്രമായ മല്ലൻകുഴി നീർച്ചോലയെ പ്രകൃതി വിനോദസഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് യാത്രയുടെ ലക്ഷ്യം. ചൊവ്വന്നൂർ ബ്ലോക്ക് ആത്മ പദ്ധതി പ്രകാരം ഓണക്കാല പച്ചക്കറി കർഷകർക്ക് പരിശീലനം നൽകി. കുന്നംകുളം മുനിസിപ്പാലിറ്റി ടൗൺ ഹാളിൽ വെച്ച് നടന്ന പരിപാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ ആത്മ BFAC ചെയർമാൻ M ബാലാജി ഉദ്ഘാടനം ചെയ്തു. ആദൂർ മഹാത്മാ ലോവർ പ്രൈമറി സ്കൂളിൽ കാരാട്ടെ യോഗ പരിശീലനം ആരംഭിച്ചു. എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ ലൈജുമോൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധ ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ MS വല്യത്താൻ വിടവാങ്ങുമ്പോൾ സങ്കടപ്പെടുന്ന ഒരു ഹൃദയമുണ്ട്. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളർക്കാട് കോട്ടുമ്മൽ വീട്ടിൽ KD മുരളീധരനാണ് ആ വ്യക്തി. കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഗ്യാസ് മസ്റ്ററിംഗ് നടത്തി. കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ചായിരുന്നു മസ്റ്ററിംഗ് നടത്തിയത്. ഗാന്ധിയൻ ചിന്തകളും ദർശനങ്ങളും പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകേണ്ട കാലം ഇതാണെന്ന് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ. പ്രമുഖ ഗാന്ധിയൻ രാഘവ്ജിയുടെ നാമധേയത്തിലുള്ള മെമ്മോറിയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പഴഞ്ഞി മാർത്തോമ സ്കൂളിൽ നടന്ന പഠനാരവം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2023-24 അധ്യയന വർഷത്തിൽ SSLC +2 പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടി വിജയിച്ച കുട്ടികളെ അനുമോദിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.